രാവിലെ തന്നെ നമ്മൾ കൊച്ചി വിട്ടിട്ടുണ്ട്. കൊച്ചിയിലാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് കൽപ്പറ്റ നമ്മുടെ മാനന്തവാടി വഴി തിരുവനന്തപുരം. അവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യാനായിട്ട് തിരുവനന്തപുരത്താണ്. അപ്പോൾ നമുക്ക് അതിനുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. സൈക്ലിസ്റ്റ് പരിപാടി ഒരു പോകുന്നുണ്ട്. കൽപ്പാണ്. ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5:30 ആയപ്പോഴത്തേക്കും കൊച്ചിയിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ് അടിമാലിയിൽ നിന്ന് നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കൂർഗിലെത്തുന്നതാണ്. എനിക്ക് പിന്നെ ക്യാമറ നമുക്കിവിടെ കേരളത്തിൽ മൗണ്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാനത് എൻ്റെ ഹെൽമെറ്റ് മൗണ്ട് ചെയ്യാത്തത്. എന്തായാലും ഞാൻ പറ്റുന്ന അത്രയും നല്ല വിഷ്വൽസിൽ എടുത്ത് നിങ്ങൾ കാണിച്ചു തരാം. സോ നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ഹലോ എവരിവൺ. ഫൈനലി നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞപ്പോൾ കൊടക് ഡിസ്ട്രിക്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ കൂർഗിലോട്ടാണ് പോകുന്നത്. അതായത് എൻ്റെ ബ്രദറിനിലോ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. സോ പുള്ളിയുടെ താമസമൊക്കെ അവിടെയാണ്. പുള്ളിയുടെ അപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ബാംഗ്ലൂരിലേക്ക് തിരിക്കാനാണ് എൻ്റെ പ്ലാൻ. ചിലപ്പോൾ നാളെയും കൂടെ സ്റ്റേ ചെയ്ത് ഞാൻ മറ്റന്നാളായിരിക്കും ബാംഗ്ലൂർ പോകുന്നത്. സോ എനിവേ ഫൈനലി എനിക്ക് ഹെൽമെറ്റിൽ ക്യാമറ വയ്ക്കാൻ പറ്റി. നേരത്തേക്ക് എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് മോശമായിരിക്കാം. കാര്യം എനിക്ക് ഒരുപാട് ഇതാണ് ക്യാമറ വയ്ക്കാനൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചൊറിയുന്നുള്ളൊരു പേടി കൊണ്ട് തന്നെയാണ്, അല്ലാതൊന്നുമല്ല. സോ ഫൈനലി എന്തായാലും നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ അങ്ങോട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എനിക്ക് ഇത്രയും ഓടിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തന്നെ ഇല്ല. ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് ഭയങ്കര സാധാരണ എനിക്ക് ചില വണ്ടിയൊക്കെ ഇത്രയും ദൂരം ഓടിക്കുമ്പോൾ ഷോൾഡർ പെയിനൊക്കെ വരുന്നതാണ്. ഇതിലുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ എനിക്ക് വലിയ ബോധർ ചെയ്യുന്ന രീതിയിലുള്ള ഷോൾഡർ പെയിനൊന്നുമില്ല. സീറ്റിൻ്റെ കംഫർട്ടും അടിപൊളിയാണ്. എനിക്ക് ബാക്ക് പെയിനായിട്ട് ചെറുതായിട്ട് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്നാൽ മാത്രം മതി. എനിക്ക് അല്ലാതെ ഭയങ്കരമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനൊന്നുമില്ല. സോ അത് നല്ലൊരു കാര്യമാണ്. പിന്നെയുള്ളത് ലഗേജ്. ബാക്കിലിപ്പോൾ എൻ്റെ ലഗേജ് അത് ചിലപ്പോൾ ഇങ്ങനെ നീങ്ങി ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അതാണ്. അതല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും തന്നെ ഇല്ല. ഇത് മോശം റോഡാണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ ഷോർട്ടറാണ്. ഏതാണ്ട് 4-5 കിലോമീറ്ററോളം എനിക്ക് കുറഞ്ഞ് കിട്ടും. സോ അതുകൊണ്ട് ഞാൻ ഈ വഴി തന്നെ ചൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അത്യാവശ്യം സീനിക്കാണ്. മറ്റേത് മൊത്തം റോഡും ഇതൊക്കെയാണ്. ഈ റോഡ് കുറച്ചുകൂടെ കൊള്ളാൻ തോന്നും. ഇന്നലത്തെ ഇതിലെ ട്രിപ്പിൽ ആക്ച്വലി ഞാൻ വർക്കല സ്റ്റേ എന്നാണ് ഞാൻ ആദ്യം ആക്ച്വലി വീഡിയോയിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷേ വർക്കല ഞാൻ എത്തിയപ്പോൾ ഏതാണ്ട് 11 മണി രാവിലെ ഒരു 11 മണിക്കൊക്കെ ഞാൻ അവിടെ എത്തിയത്. അപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ടൈമുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ കൊച്ചിയിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി. ആകുമ്പോഴത്തേക്ക് എനിക്ക് ദിവസം സ്റ്റേയും എനിക്ക് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല എനിക്ക് അത്യാവശ്യം കൊച്ചിയിൽ കാണാനും എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോർട്ട് കൊച്ചിയൊക്കെ പോയി കണ്ടു. അവിടെ അത്യാവശ്യം കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കത് എൻ്റെ വീഡിയോ വരുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരെ കൊച്ചിയിലേക്ക് പോയത്. സോ കൊച്ചിയിൽ ആക്ച്വലി ഞാൻ ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്തായിരുന്നു. ഞാൻ ആക്ച്വലി രാവിലെ എണീച്ച് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ കൊച്ചിയിൽ ആ ഒരു വൈബ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനവിടെ ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്.
പിന്നെ ഞാൻ അവിടെ ഹോസ്റ്റലിലെ റൂം എടുത്ത് നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ആക്ച്വലി നല്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓ മൈ ഗോഡ്, മറ്റേ റോഡ് തന്നെ എടുത്താൽ മതിയായിരുന്നു. ഈ സീനിക്ക് നോക്കി ഇറങ്ങിയതാണ് ഇപ്പോൾ പ്രശ്നമാണെന്ന് തോന്നുന്നു. റോഡ് അത്ര നല്ലതല്ല, കുറച്ച് മോശമാണ്. കുറച്ച് നല്ലപോലെ മോശമാണ് കേട്ടോ. എടുത്തെറിയാണല്ലോ. അവസരം ആക്ച്വലി കൊള്ളാം. റോഡ് ഇച്ചിരി ബമ്പിയാണെന്നേ ഉള്ളൂ. കാരണം ഞാൻ ചാടിയാണ് വണ്ടിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് നല്ല ചാട്ടമുണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ, നല്ല നാട്ടും പ്രദേശം ഇതൊക്കെ. കൃഷിയുടെ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതുകൊണ്ട് അത് കണക്ക് തന്നെ ഉണ്ട് ഇവിടെയൊക്കെ. പക്ഷെ എല്ലാം നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് ഇവിടെ എല്ലാം. ഈ പോകുന്ന വഴിക്കൊരു സ്ഥലമുണ്ട്, അവിടെ നല്ലൊരു 2 ബിൽഡിംഗ് ഉണ്ട്. അത് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ അത് കാണിച്ചു തരാം. കാര്യം ഭയങ്കര ഭംഗിയായിട്ടോ ആ ബിൽഡിങ് ആ റോഡിലിരിക്കുന്ന കാണാനായിട്ട്. അതായത് നല്ലൊരു ബാൻ കണക്ക് കെട്ടിയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. ചുറ്റും ഒരുപാട് നല്ല പൂച്ചെടിയൊക്കെ ഉള്ള ഒരു സ്ഥലവും കൂടെയാണ്. അതുള്ള ആ റോഡിൻ്റെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകാനാണ് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി സ്ഥലം. അപ്പോൾ അവിടെ ഒരു ചെതൽപ്പറ്റ് കാണാം, അത്യാവശ്യം വലുതാണ്. ഈ ഒരു യാത്രയിൽ കൂർഗിലധികം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിലും കുറച്ച് മാസം മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ആഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇവിടുത്തെ കൂർഗിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ സീൻസൊക്കെ തന്നെ ഒന്ന് കാണാനായിട്ട് പറ്റും. മാത്രമല്ല ഇവിടെ ഒരു വിൻറ്റേജ് കാർ മ്യൂസിയം ഉണ്ട്, അവിടെ പോയപ്പോൾ എടുത്ത കുറച്ച് കാറിൻ്റെ പടവും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.